സിമെട്രിക് മെട്രിസസിനെ കുറിച്ചും അതിൻ്റെ ഈഗൻ വാല്യൂസിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് കഴിയുമ്പം അതേ മെട്രിക്സ് നമുക്ക് കിട്ടുവാണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. An n by n matrix A is symmetric if A equal to A transpose. A equal to A transpose ആവുന്ന മെട്രിക്സുകളെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ A equal to 1 2 3 2 4 5 3 5 6 ഈ ഒരു മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആണോ നമുക്ക് എളുപ്പത്തിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതേ മെട്രിക്സ് തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഈ ഒരു എ എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഇത്തരത്തിലുള്ള സിമെട്രിക് മെട്രിക്സുകളുടെ ഈഗൻ വാല്യൂസിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, തിയറം. Let A be a symmetric matrix with real entries. Then the eigenvalues of A are real. ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് എ. അതിൻ്റെ എൻട്രീസ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അതായത് ഒരു റിയൽ സിമെട്രിക് മെട്രിക്സ് ആണ് എ. ദെൻ ദി ഏഗൻ വാല്യൂസ് ഓഫ് എ ആർ റിയൽ. അങ്ങനെയാണെങ്കിൽ എയുടെ ഏഗൻ വാല്യൂസും റിയൽ നമ്പേഴ്സ് തന്നെയായിരിക്കും. ഓക്കെ, ഇതാണ് ഈ തിയറം പറയുന്നത്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. എ എന്ന് പറയുന്ന ഒരു സിമെട്രിക് മെട്രിക്സ് ഉണ്ട്. അതിൻ്റെ എൻട്രീസ് റിയൽ എൻട്രീസ് ആണ്. ഈ മെട്രിക്സിൻ്റെ ഒരു ഏഗൻ വാല്യൂ ആണ് ലാംഡ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഏഗൻ വെക്റ്ററാണ് കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനേഷൻ അനുസരിച്ച് ഏഗൻ വാല്യൂവിൻ്റെ ഏഗൻ വെക്റ്ററിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് എ കെ ഈക്വൽ ടു ലാംഡ കെ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, എ എന്ന് പറയുന്നത് ഒരു റിയൽ സിമെട്രിക് മെട്രിക്സ് ആണ്. ലാംഡ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഏഗൻ വാല്യൂ ആണ്. ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്റ്റർ കെ ആണ്. ദെൻ എ കെ ഈക്വൽ ടു ലാംഡ കെ. ഇനി ഈ ഒരു ഇക്വേഷൻ്റെ എ കെ ഈക്വൽ ടു ലാംഡ കെ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ്റെ കോഞ്ചുഗേറ്റ്, രണ്ട് സൈഡിൽ നമ്മൾ അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ വരും? എ കെ കോഞ്ചുഗേറ്റ് ഈക്വൽ ടു ലാംഡ കെ കോഞ്ചുഗേറ്റ് എന്ന് കിട്ടും. പക്ഷേ എ കെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എ കോഞ്ചുഗേറ്റ് ഇൻറ്റു കെ കോഞ്ചുഗേറ്റ് ആണ്. അതുപോലെ തന്നെ ലാംഡ കെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ലാംഡ കോഞ്ചുഗേറ്റ് ഇൻറ്റു കെ കോഞ്ചുഗേറ്റ് ആണ്. പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയാം, എ എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ എൻട്രീസ് റിയൽ നമ്പേഴ്സ് ആണ്. ഒരു റിയൽ നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് റിയൽ നമ്പർ ആ നമ്പർ തന്നെയായിരിക്കും. 2 എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ഉണ്ട്, അതിൻ്റെ കോഞ്ചുഗേറ്റ് 2 ആണ്. 2 + 3i എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് വരുന്നത് 2 - 3i ആണ്. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സിനാണ് നമ്മൾ കോഞ്ചുഗേറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിയൽ നമ്പേഴ്സിന് ആ നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ആ സെയിം നമ്പർ തന്നെയായിരിക്കും. എ എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് വിത്ത് റിയൽ എൻട്രീസ് ആണ്. അതുകൊണ്ട് തന്നെ എയുടെ കോഞ്ചുഗേറ്റ് എ കോഞ്ചുഗേറ്റ് ഈക്വൽ ടു എ തന്നെയായിരിക്കും. കാരണം എയിലെ എൻട്രീസ് ഒക്കെ റിയൽ ആണ്. ഒരു മെട്രിക്സിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ എൻട്രീസിൻ്റെയും കോഞ്ചുഗേറ്റ്, ഓരോ എൻട്രീസും റിയൽ നമ്പറാണ്. അതുകൊണ്ട് തന്നെ എ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത് എ ഇൻറ്റു കെ കോഞ്ചുഗേറ്റ് ഈക്വൽ ടു ലാംഡ കോഞ്ചുഗേറ്റ് ഇൻറ്റു കെ കോഞ്ചുഗേറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇക്വേഷൻ്റെ ട്രാൻസ്പോസ് എടുക്കുകയാണ്. ഇത് രണ്ട് സൈഡ് മെട്രിക്സ് ആണ്. എ ഒരു മെട്രിക്സ് ആണ്, കെ എന്ന് പറഞ്ഞൊരു കോളം മെട്രിക്സ് ആണ്. ഈ കെ ബാർ ഒരു കോളം മെട്രിക്സ് ആണ്. അപ്പോൾ ലാംഡ ബാർ ഇൻറ്റു കെ ബാർ എന്ന് പറഞ്ഞാൽ ഒരു കോളം മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ രണ്ട് സൈഡിലും മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡിലും ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ ട്രാൻസ്പോസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, എ കെ ബാർ എന്നായിരുന്നു ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നത്. എ കെ ബാർ ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ലാംഡ ബാർ കെ ബാർ ഓൾ ട്രാൻസ്പോസ്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ട്? ഇതാണ് എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. നമ്മൾ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇൻവേഴ്സ് ആണെങ്കിലും അതിൻ്റെ ഓർഡർ തിരിച്ചാണ് വരിക, ട്രാൻസ്പോസ് ആണെങ്കിലും അതിൻ്റെ ഓർഡർ തിരിച്ചാണ് വരിക. അപ്പോൾ എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ആ ഒരു കാര്യം നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ വരിക?
തിരിഞ്ഞു വരുമല്ലേ, കെ ബാർ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ലാംഡ എന്തായിരുന്നു, ലാംഡ എന്ന് പറഞ്ഞൊരു നമ്പറാണ് അല്ലേ. അപ്പോൾ അതിനൊരു മെട്രിക്സിന് മാത്രമേ ട്രാൻസ്പോസ് ഉള്ളൂ. അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞ നമ്പറിന് നമുക്ക് ട്രാൻസ്പോസ് ഒന്നുമില്ല. അപ്പോൾ ലാംഡ ബാറിനെ നമ്മൾ അതുപോലെ തന്നെ എഴുതി, ലാംഡ ബാർ ഇൻറ്റു കെ ബാർ ട്രാൻസ്പോസ് എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം പറയാം. എ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ സിമെട്രിക് മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ എയുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് എഴുതാം കെ ബാർ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽ ടു ലാംഡ ബാർ ഇൻറ്റു കെ ബാർ ട്രാൻസ്പോസ് എന്ന് കിട്ടി. ഇപ്പോൾ കിട്ടിയ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കെ ബാർ ട്രാൻസ്പോസ് എ കെ ഈക്വൽ ടു ലാംഡ ബാർ കെ ബാർ ട്രാൻസ്പോസ് കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഇക്വേഷനെ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി നമുക്കൊരു കാര്യം പറയാം. എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഏഗൺ വെക്റ്ററാണ് കെ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൺ വാല്യൂ ലാംഡയാണ്. അതുകൊണ്ട് എ കെ ഈക്വൽ ടു ലാംഡ കെ ആണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ കെ ബാർ ട്രാൻസ്പോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, കെ ബാർ ട്രാൻസ്പോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കെ ബാർ ട്രാൻസ്പോസ് എ കെ ഈക്വൽ ടു ലാംഡ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ലാംഡേനെ ആദ്യം എഴുതി, ലാംഡ ഇൻറ്റു കെ ബാർ ട്രാൻസ്പോസ് കെ എന്ന് കിട്ടി. ഓക്കെ, ഈ ഇക്വേഷനെ നമ്പർ 4 എന്ന് വിളിച്ചു. നമുക്ക് 3 എന്ന് പറയുന്ന ഒരു ഇക്വേഷനുണ്ട്, 4 എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ ഒരു കാര്യം അറിയാം. രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് കെ ബാർ ട്രാൻസ്പോസ് എ കെ ആണ്. കെ ബാർ ട്രാൻസ്പോസ് എ കെ ആണ് രണ്ട് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് സൈഡ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഈ 3യിൽ നിന്ന് അല്ലെങ്കിൽ 4ൽ നിന്ന് 3 ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാൽ നമുക്കിതിൻ്റെ ലെഫ്റ്റ് സൈഡ് 0 ആയിട്ട് കിട്ടും. ഓക്കെ, സബ്സ്ട്രാക്റ്റിംഗ് 4 from 3 then gives 0 equal to ലാംഡ ബാർ മൈനസ് ലാംഡ. രണ്ടിലും എന്തുണ്ട്, കെ ബാർ ട്രാൻസ്പോസ് കെ കോമൺ ആയിട്ട് വരുന്നുണ്ട് രണ്ടിലും. അതുകൊണ്ട് നമുക്ക് ലാംഡ ബാർ മൈനസ് ലാംഡ ഇൻറ്റു കെ ബാർ ട്രാൻസ്പോസ് കെ എന്ന് എഴുതാം. ഓക്കെ, 0 ഈക്വൽ ടു ലാംഡ ബാർ മൈനസ് ലാംഡ ഇൻറ്റു കെ ബാർ ട്രാൻസ്പോസ് കെ. അപ്പോൾ ഒരു രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 0 ആണെന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു നമ്പർ 0 ആയാൽ മാത്രമേ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 0 ആവുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയതനുസരിച്ച് 0 ഈക്വൽ ടു ലാംഡ ബാർ മൈനസ് ലാംഡ ഇൻറ്റു കെ ബാർ ട്രാൻസ്പോസ് കെ എന്ന് കിട്ടി. ഇതിലേതെങ്കിലും ഒന്നുകിൽ കെ ബാർ ട്രാൻസ്പോസ് കെ ഈക്വൽ ടു 0 ആകണം, അല്ലെങ്കിൽ ലാംഡ ബാർ മൈനസ് ലാംഡ എന്ന് പറയുന്നത് 0 ആകണം. ഇതിലേതെങ്കിലും ഒരെണ്ണം 0 ആയാലാണ് ഈ ഒരു പ്രൊഡക്റ്റ് 0 ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് കെ ബാർ ട്രാൻസ്പോസ് കെ എന്ന് പറയുന്നത് 0 ആകുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കെ എന്ന് പറയുന്നത് ഈഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കെ എന്ന് പറഞ്ഞൊരു കോളം വെക്റ്റർ ആയിരിക്കും. K1 K2 എക്സെട്ര Kn എന്ന് പറയുന്ന കോളം വെക്റ്റർ ആയിട്ട് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് വരുന്ന എന്തായിരിക്കും, കെ ബാർ എന്ന് പറഞ്ഞാൽ K1 ബാർ എക്സെട്ര Kn ബാർ. ഇതാണ് ഈ മെട്രിക്സിൻ്റെ കോഞ്ചുഗേറ്റ് വരിക. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, കെ ബാർ ട്രാൻസ്പോസ് ആണ്. കെ ബാർ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് കഴിയുമ്പം എന്ത് വരും, ഇത് കോളം വെക്റ്റർ ആയിരുന്നു, ഇതൊരു n/1 മെട്രിക്സ് ആയിരുന്നു കെ ബാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കെ ബാറിൻ്റെ ട്രാൻസ്പോസ് ഒരു റോ വെക്റ്റർ ആയിരിക്കും, അതൊരു 1/n മെട്രിക്സ് ആയിരിക്കും. അപ്പം K1 ബാർ എക്സെട്ര Kn ബാർ ഇതായിരിക്കും ഈ 1/n മെട്രിക്സ് ആയിരിക്കും. ഇനി കെ ബാർ ട്രാൻസ്പോസ് കെ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, കെ ബാർ ട്രാൻസ്പോസ് കെ, അതാണ് ആ പ്രൊഡക്റ്റ് 0 ആവുമോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കെ ബാർ ട്രാൻസ്പോസ് കെ എന്ന് പറയുമ്പോൾ കെ ബാർ ട്രാൻസ്പോസ് കെ ഈക്വൽ ടു എന്താണ് വരിക, കെ ബാർ എന്ന് പറഞ്ഞാൽ കെ ബാർ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ K1 ബാർ എക്സെട്ര Kn ബാർ ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ K1 എക്സെട്ര Kn എന്ന് പറയുന്ന കോളം മെട്രിക്സ്. ഇതെന്ന് പറഞ്ഞാലൊരു 1/n മെട്രിക്സ് ആണ്. ഈ മെട്രിക്സ് എന്ന് പറഞ്ഞാലൊരു n/1 മെട്രിക്സ് ആണ്. അപ്പോൾ ഈ രണ്ട് മെട്രിക്സിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു 1/1 മെട്രിക്സ് ആയിരിക്കും. 1/1 മെട്രിക്സ് എന്ന് പറഞ്ഞാലൊരു
ഒരു നമ്പർ ആയിരിക്കും. 1/1 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റോയും ഒരു കോളം ഉള്ളത്, അതായത് ഒരു നമ്പർ. അപ്പോൾ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് K1 ബാർ K1 പ്ലസ് K2 ബാർ K2 പ്ലസ് എക്സെട്ര പ്ലസ് Kn ബാർ Kn എന്ന് കിട്ടും. ഫസ്റ്റ് റോയെ ആകെ ഒരു റോയും ഒരു കോളമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ആ മെട്രിക്സിനെ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. K1 ബാർ K1 പ്ലസ് K2 ബാർ K2 പ്ലസ് എക്സെട്ര പ്ലസ് Kn ബാർ Kn. K1 ബാർ എന്ന് പറഞ്ഞാൽ K1 എന്ന് പറയുന്ന നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ്. ഇവിടെ K എന്ന് പറയുന്ന മെട്രിക്സിലെല്ലാം റിയൽ എൻട്രീസ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് വേണമെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ ആകാം. ഓക്കെ, അപ്പോൾ നമ്മൾ Z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, A+IB. അങ്ങനെയാണ് നമ്മളതിൻ്റെ മോഡുലസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് √(a² + b²). അതാണ് ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ്. ഇനി സെഡിൻ്റെ കോഞ്ചുഗേറ്റ് Z ബാർ A+IB ആണെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് A-IB ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ Z ബാർ Z ഒന്ന് കണ്ടുപിടിച്ചാൽ നമുക്കിവിടെ K1 ബാർ K1 പ്ലസ് എക്സെട്ര പ്ലസ് Kn ബാർ Kn ആണ് കിട്ടേണ്ടത്. ഒരു നമ്പറിനെ അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ Z എന്ന് പറഞ്ഞാൽ A+IB, Z ബാർ എന്ന് പറഞ്ഞാൽ A-IB. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് A² പ്ലസ് B² ആണ് അല്ലേ. ഈ A² പ്ലസ് B² എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് Z എന്ന് പറഞ്ഞാൽ A² √(a² + b² ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ മോഡ് സെഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? A² + b² ആയിരിക്കും. അപ്പോൾ നമുക്ക് Z ബാർ Z ഈക്വൽ ടു മോഡ് Z² എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ K1 ബാർ ഇതനുസരിച്ച് K1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോഡുലസ് ഓഫ് K1². K2 ബാർ K2 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് K2² പ്ലസ് എക്സെട്ര പ്ലസ് Kn ബാർ Kn എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് Kn² എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് K ബാർ ട്രാൻസ്പോസ് K അല്ലെങ്കിൽ K കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് K എന്ന് പറയുന്നത് 0 ആകുമോ എന്നായിരുന്നു നമുക്ക് നോക്കേണ്ടത്. അപ്പം അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടി മോഡുലസ് ഓഫ് K1² പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് Kn². അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയറുകളുടെ സമ്മായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ക്വയർ എപ്പോഴെങ്കിലും 0 ആകുമോ? 0ൻ്റെ അല്ലാതെ വേറെ ഏത് നമ്പർ എടുത്താലും അതിൻ്റെ സ്ക്വയർ ഒരിക്കലും 0 ആവില്ല. അപ്പം കുറേ നമ്പേഴ്സിൻ്റെ സമ്മ് എന്താണ്? 0 ആവണമെങ്കിൽ ആ എല്ലാ നമ്പേഴ്സും 0 ആകണം. ഇവിടെ എല്ലാ നമ്പേഴ്സും K1 K2 എക്സ്ട്രാ Kn ഒക്കെ നോൺ 0 ആണ് വരിക. കാരണം K എന്ന് പറഞ്ഞാൽ ഒരു നോൺ 0 ഈഗൺ വെക്റ്ററാണ് അല്ലേ. ഈഗൺ വെക്റ്ററാണ്, അതുകൊണ്ട് തന്നെ K എന്ന് പറഞ്ഞാൽ നോൺ 0 ആയിരിക്കും. അതുകൊണ്ട് K1 K2 എക്സെട്രാ Kn ഒന്നും 0 ആവില്ല. അതുകൊണ്ട് തന്നെ ഈ K ബാർ K എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് K ബാർ ട്രാൻസ്പോസ് K ഒരിക്കലും 0 ആവില്ല. ഓക്കെ, അപ്പോൾ K ബാർ ട്രാൻസ്പോസ് K ഒരിക്കലും 0 ആവില്ല എന്ന് നമുക്ക് കിട്ടി. നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് 0 ആവണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം 0 ആകണം. അതുകൊണ്ട് തന്നെ ലാംഡ ബാർ മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് കിട്ടി ലാംഡ ബാർ മൈനസ് ലാംഡ ഈക്വൽ ടു 0. കാരണം എന്താണ്? K ബാർ ട്രാൻസ്പോസ് K എന്ന് പറഞ്ഞാലൊരു പോസിറ്റീവ് നമ്പറാണെന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ട് ലാംഡ ബാർ മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് ലാംഡ ബാർ ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടി. അതായത് ലാംഡ എന്ന് പറയുന്ന ആ ഒരു നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്തപ്പോൾ നമുക്ക് ലാംഡ എന്ന് തന്നെയാണ് കിട്ടിയത്. ഇതിൻ്റെ മീനിങ് എന്താണ്? ലാംഡ ബാർ ഈക്വൽ ടു ലാംഡ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഏത് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് ആണ് അതേ നമ്പർ വരിക? 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്ത അതേ നമ്പറാണ്. 3 കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ഏത് റിയൽ നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്താലും അതേ നമ്പർ തന്നെയാണ്. ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ 2 + 3i കോഞ്ചുഗേറ്റ് ആണെങ്കിൽ നമുക്ക് 2 - 3i എന്ന് എഴുതാം. പക്ഷേ റിയൽ നമ്പർ ആകുമ്പോൾ ആ റിയൽ നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് അതേ നമ്പർ തന്നെയാണ് വരിക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ലാംഡ എന്ന് പറഞ്ഞാൽ ലാംഡ ഈസ് എ റിയൽ നമ്പർ. ലാംഡ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പർ ആണെന്ന് കിട്ടി. ഓക്കെ, നമ്മളുടെ തിയറത്തിൽ നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? എ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഈഗൺ വാല്യൂസ് എല്ലാം റിയൽ ആണ് എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. ലാംഡ എന്ന് പറഞ്ഞൊരു ഈഗൺ വാല്യൂ ഉണ്ട് എ എന്ന് പറയുന്ന ആ മെട്രിക്സിൻ്റെ. നമുക്ക് കിട്ടിയത് ലാംഡ എന്ന് പറഞ്ഞൊരു റിയൽ നമ്പറാണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ തിയറം. ലെറ്റ് എ ബി എ സിമെട്രിക് മെട്രിക്സ് വിത്ത് റിയൽ എൻട്രീസ് ദെൻ ദ ഈഗൺ വാല്യൂസ് ഓഫ് എ ആർ റിയൽ.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇൻ Rn the inner product or dot product of two vectors x equal to n tuple x1 x2 etc xn and y equal to y1 y2 etc yn is given by x dot y equal to x1 y1 plus x2 y2 plus etc plus xn yn. Rn എന്ന് പറഞ്ഞാൽ എന്താണ്? R2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം R ക്രോസ് R ആണ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആണ്, എക്സ് വൈ പ്ലെയിൻ ആണ് R2. R3 എന്ന് പറഞ്ഞാൽ എന്താണ്? R ക്രോസ് R. ഇതെന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. അതുപോലെ നമ്മൾ ജനറലായിട്ട് Rn എന്ന് പറഞ്ഞാൽ അവിടുത്തെ എലമെൻറ്റ്സ് ഒക്കെ Rnലെ ഏത് പോയിൻ്റ് എടുത്താലും അതൊരു x1 x2 എക്സെട്ര xn ഫോമിലായിരിക്കും. R2വിലാണെങ്കിൽ x1, x2 ഓടയുടെ പെയറായിരിക്കും. R3യിലാണെങ്കിൽ ഓടയുടെ ട്രിപ്ലറ്റ് ആയിരിക്കും. x1, അല്ലെങ്കിൽ x, y, z ആ ഒരു ഫോമിലായിരിക്കും. Rnൽ രണ്ട് വെക്റ്റേഴ്സ് എടുത്താൽ x1 x2 എക്സെട്ര xn, y ഈക്വൽ ടു y1 y2 എക്സെട്ര yn. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത് സാധാരണ ഡോട്ട് പ്രൊഡക്റ്റ് തന്നെ, രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. അതായത് സെയിം ആയിട്ട് വരുന്ന കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ x1 y1 പ്ലസ് x2 y2 പ്ലസ് എക്സെട്ര പ്ലസ് xn yn. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2 1 R2വിൽ നോക്കാം. 2 1 എന്ന് പറയുന്നൊരു വെക്റ്ററാണ് അല്ലെങ്കിൽ പോയിൻ്റാണ്. 1 2 എന്ന് പറഞ്ഞാൽ മറ്റൊരു പോയിൻ്റാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 2 into 1 പ്ലസ് 1 into 2 ഈക്വൽ ടു 2 plus 2 ഈക്വൽ ടു 4. ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി രണ്ട് മെട്രിക്സ് ആണെങ്കിലോ, രണ്ട് കോളം മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ എക്സും വൈയും രണ്ട് n/1 കോളം മെട്രിക്സ് ആണ്. n റോയും ഉണ്ട്, ഒരു കോളവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ ദി മെട്രിക്സ് അനലോഗ് ഓഫ് 6 ഈസ്, ഇപ്പോൾ നമ്മൾ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. അതുപോലെ രണ്ട് മെട്രിക്സിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ x ഡോട്ട് y ഈക്വൽ ടു x ട്രാൻസ്പോസ് y വിച്ച് ഈസ് ഈക്വൽ ടു x1 y1 പ്ലസ് x2 y2 പ്ലസ് എക്സെട്ര പ്ലസ് xn yn. ഇങ്ങനെയാണ് രണ്ട് മെട്രിക്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ്. നമ്മുടെ റൈറ്റ് സൈഡ് അല്ല, ഇക്വേഷൻ 6 നേരത്തെ നമ്മൾ രണ്ട് വെക്റ്റേഴ്സിനെ കണ്ടുപിടിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു. x1 y1 പ്ലസ് x2 y2 പ്ലസ് എക്സെട്ര പ്ലസ് xn yn ആണ്. പക്ഷേ മെട്രിക്സിനെ നമുക്കങ്ങനെ രണ്ട് കോളം മെട്രിക്സിനെ n/1 കോളം മെട്രിക്സിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ട്രാൻസ്പോസ് വന്നിരിക്കുന്നത്. ഒരു n/1 മെട്രിക്സിനെയും ഒരു 1/n മെട്രിക്സിനെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടുന്നത് ഒരു 1/1 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? എക്സ് ട്രാൻസ്പോസ് വൈ കണ്ടുപിടിച്ചാൽ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു n/1 കോളം വെക്റ്ററാണ് അല്ലെങ്കിൽ ഒരു കോളം മെട്രിക്സ് ആണ്. അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിയുമ്പം ഒരു 1/n റോ വെക്റ്റർ കിട്ടും. അപ്പോൾ x1 x2 എക്സെട്ര xn ഇൻറ്റു y1 y2 എക്സെട്ര yn. ഓക്കെ, ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു സം തന്നെയാണ്, ഈ ഒരു നമ്പർ തന്നെയാണ് x1 y1 പ്ലസ് x2 y2 പ്ലസ് എക്സെട്ര പ്ലസ് xn yn. രണ്ട് മെട്രിക്സിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. x ഡോട്ട് y ഈക്വൽ ടു രണ്ട് കോളം മെട്രിക്സിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് x ഡോട്ട് y ഈക്വൽ ടു x ട്രാൻസ്പോസ് ഇൻറ്റു y. ആദ്യത്തെ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെ രണ്ടാമത്തെ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെ രണ്ട് ഏഗൺ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുൻപ് തന്നെ ഓർത്തോഗണൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കേണ്ടതുണ്ട്.
അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് ഓർത്തോഗണൽ ആണെന്ന് പറഞ്ഞാൽ വെക്റ്റർ അൾജിബ്രയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് വെക്റ്റേഴ്സ് ഓർത്തോഗണലാണ് അല്ലെങ്കിൽ രണ്ട് വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എ ഡോട്ട് ബി, അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. രണ്ട് വെക്റ്റേഴ്സ് അല്ലെങ്കിൽ രണ്ട് വെക്റ്റേഴ്സ് ഓർത്തോഗണൽ ആണെങ്കിൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി 0 ആയിരിക്കും. ഓക്കെ, ഇനി രണ്ട് വെക്റ്റേഴ്സ് എന്താണ് മെട്രിക്സ് ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് വെക്റ്റേഴ്സ് അല്ലെങ്കിൽ ഈഗൺ വെക്റ്റേഴ്സ് ഓർത്തോഗണലാണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അതായത് എക്സ് ട്രാൻസ്പോസ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ പറയും ഈ എക്സും വൈയും ഓർത്തോഗണലാണ് എന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത തിയറത്തിൽ പറയുന്നത് സിമെട്രിക് മെട്രിക്സിൻ്റെ ഈഗൺ വെക്റ്റേഴ്സ് ഡിസ്റ്റിങ്ക്റ്റ് ഈഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൺ വെക്റ്റേഴ്സ് ഓർത്തോഗണലാണ് എന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. ഓക്കെ, let A be an n by n symmetric matrix, then the eigenvectors corresponding to distinct eigenvalues are orthogonal. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഈഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൺ വെക്റ്റേഴ്സ് മാത്രമേ ഓർത്തോഗണൽ ആവുകയുള്ളൂ. ചില കേസിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതിന് റിപ്പീറ്റിംഗ് റൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ലാംഡ മൈനസ് ടു ഹോൾ സ്ക്വയർ ഇൻറ്റു ലാംഡ മൈനസ് 3 എന്നൊക്കെയാണ് വന്നിട്ടുള്ളതെങ്കിൽ 2 എന്ന് പറയുന്നത് റിപ്പീറ്റിംഗ് റൂട്ടാണ്, അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന ഈഗൺ വാല്യൂ എന്താണ് ലാംഡ ഈക്വൽ ടു 2 2 3 എന്നാണ് അതിൻ്റെ ഈഗൺ വാല്യൂസ് വരിക. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഈഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൺ വെക്റ്റേഴ്സാണ് ഓർത്തോഗണൽ ആവുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ രണ്ട് ഈഗൺ വാല്യൂസ് എടുത്തു, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലാംഡ 1 ലാംഡ 2 എന്ന് അതിനെ വിളിച്ചു. Let lambda 1 and lambda 2 be two distinct eigenvalues of A corresponding to the eigenvectors k1 and k2 respectively. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഈഗൺ വാല്യൂ ആണ് ലാംഡ 1 ലാംഡ 2. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൺ വെക്റ്റേഴ്സാണ് k1 k2. ഈ k1 k2 ഓർത്തോഗണൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. k1 k2 ഓർത്തോഗണൽ ആവണമെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് 0 ആക്കണം. അതായത് k1 ഡോട്ട് k2 ഈക്വൽ ടു 0. k1 ഡോട്ട് k2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് മെട്രിക്സിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു വൈ ആണ്. അപ്പോൾ k1 ഡോട്ട് k2 ഈക്വൽ ടു k1 ട്രാൻസ്പോസ് k2. അത് 0 ആണെങ്കിൽ നമ്മൾ പറയും k1 k2 ഓർത്തോഗണലാണ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. ഇനി ലാംഡ 1 ലാംഡ 2 രണ്ട് ഈഗൺ വാല്യൂസ് ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൺ വെക്റ്റേഴ്സ് k1 k2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ak1 ഈക്വൽ ടു ലാംഡ 1 k1 എന്നും ak2 ഈക്വൽ ടു ലാംഡ 2 k2 എന്നും എഴുതാം. ഓക്കെ, രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ ak1 ഈക്വൽ ടു ലാംഡ 1 k2, സെക്കൻഡ് ഇക്വേഷൻ ak2 ഈക്വൽ ടു ലാംഡ 2 k2 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഇക്വേഷൻ്റെ ട്രാൻസ്പോസ് എടുക്കുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ്റെ ak1 ഈക്വൽ ടു ലാംഡ 1 k1 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ്റെ ട്രാൻസ്പോസ് രണ്ട് സൈഡിലും എടുക്കുകയാണ്. മെട്രിക്സ് ആയതുകൊണ്ട് ട്രാൻസ്പോസ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ k2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പം ഇങ്ങനെ വരും ak1 ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ലാംഡ 1 k1 ഓൾ ട്രാൻസ്പോസ് വിച്ച് ഇംപ്ലൈസ് k1 ട്രാൻസ്പോസ് എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസിൻ്റെ എ ട്രാൻസ്പോസ് ആണ്. നമുക്ക് കിട്ടും k1 ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ലാംഡ 1 എന്ന് പറഞ്ഞൊരു നമ്പറാണ്. അപ്പോൾ അതിന് ട്രാൻസ്പോസ് ഒന്നുമില്ല. ലാംഡ 1 ഇൻറ്റു k1 ട്രാൻസ്പോസ്. നമുക്കൊരു കാര്യം അറിയാം, എ എന്ന് പറയുന്ന മെട്രിക്സ് സിമെട്രിക് ആണ്. അതുകൊണ്ട് തന്നെ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടും k1 ട്രാൻസ്പോസ് എ ഈക്വൽ ടു ലാംഡ 1 ഇൻറ്റു k1 ട്രാൻസ്പോസ് എന്ന് കിട്ടി. നമ്മൾ ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കിട്ടിയ ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ k2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, k2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും k1 ട്രാൻസ്പോസ് എ k2 ഈക്വൽ ടു ലാംഡ 1 ഇൻറ്റു k1 ട്രാൻസ്പോസ് k2 എന്ന് കിട്ടി. ഇനി നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? എ k2 ഈക്വൽ ടു ലാംഡ 2 k2. ഇതായിരുന്നു സെക്കൻഡ് ഇക്വേഷൻ.
എ കെ ടു ഈക്വൽ ടു ലാംഡ ടു കെ ടു. ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ K1 ട്രാൻസ്പോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. K1 ട്രാൻസ്പോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് K1 ട്രാൻസ്പോസ് എ കെ ടു ഈക്വൽ ടു ലാംഡ ടു ഇൻറ്റു K1 ട്രാൻസ്പോസ് കെ ടു എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇക്വേഷൻ 9ഉം ഇക്വേഷൻ 10ഉം എന്ന് വിളിച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നമുക്ക് എന്താ K1 ട്രാൻസ്പോസ് എ കെ ടു ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇക്വേഷൻ 9 - 10 അല്ലെങ്കിൽ 10 - 9 ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് 0 ആയിട്ട് കിട്ടും. ഓക്കെ, 10 - 9 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ഈക്വൽ ടു ലാംഡ 1 K1 ട്രാൻസ്പോസ് കെ ടു മൈനസ് ലാംഡ ടു K1 ട്രാൻസ്പോസ് കെ ടു എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ K1 ട്രാൻസ്പോസ് കെ ടു രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാംഡ 0 ഈക്വൽ ടു ലാംഡ 1 മൈനസ് ലാംഡ 2 ഇൻറ്റു K1 ട്രാൻസ്പോസ് കെ ടു എന്നെഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ തിയറത്തിലെ പ്രൂഫ് പോലെ തന്നെ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് 0 ആയിട്ട് കിട്ടി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആകണം. ഒന്നുകിൽ ലാംഡ 1 മൈനസ് ലാംഡ 2 0 ആകണം, അല്ലെങ്കിൽ K1 ട്രാൻസ്പോസ് കെ ടു 0 ആകണം. ഈ ലാംഡ 1 ലാംഡ 2 എന്തായിരുന്നു? ഏഗൻ വാല്യൂസ് ആയിരുന്നു. ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആയിരുന്നു ലാംഡ 1ഉം ലാംഡ 2ഉം. അതുകൊണ്ട് തന്നെ ലാംഡ 1 ഒരിക്കലും ലാംഡ 1 നോട്ട് ഈക്വൽ ടു ലാംഡ 2 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലാംഡ 1 മൈനസ് ലാംഡ 2 എപ്പോഴും നോൺ 0 ആയിരിക്കും. ലാംഡ 1 മൈനസ് ലാംഡ 2 നോൺ 0 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നത്? K1 ട്രാൻസ്പോസ് കെ ടു ഈക്വൽ ടു 0 എന്ന് കിട്ടും. K1 ട്രാൻസ്പോസ് കെ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? K1 ഡോട്ട് കെ ടു ഈക്വൽ ടു 0. അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് K1 ആൻഡ് K2 ഈസ് 0, വിച്ച് മീൻസ് K1 ആൻഡ് K2 ആർ ഓർത്തോഗണൽ വെക്റ്റേഴ്സ്. ഓക്കെ, നമ്മൾ തുടങ്ങിയത് രണ്ട് ഏഗൻ വാല്യൂസ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏഗൻ വാല്യൂസ് ലാംഡ 1ഉം ലാംഡ 2ഉം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്റ്റേഴ്സ് K1ഉം K2ഉം നമുക്കിപ്പോൾ കിട്ടി. ആ രണ്ട് ഏഗൻ വെക്റ്റേഴ്സും ഓർത്തോഗണലാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട തിയറത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് the eigenvalues of the symmetric matrix A equal to 0 - 1 0 -1 -1 1 0 1 0. ഈ ഒരു മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കിയാൽ അത് എ തന്നെയാണെന്ന് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഏഗൻ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക. ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏഗൻ വാല്യൂസ് കിട്ടുന്നത് ലാംഡ 1 ഈക്വൽ ടു 0, ലാംഡ 2 ഈക്വൽ ടു 1 ആൻഡ് ലാംഡ 3 ഈക്വൽ ടു -2 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്റ്റേഴ്സ് നമ്മൾ 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്റ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? എ മൈനസ് 0i ഇൻറ്റു കെ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു ഹോമോജീനസ് സിസ്റ്റം സോൾവ് ചെയ്തു. അങ്ങനെ നമുക്ക് ഏഗൻ വെക്റ്റർ കിട്ടും. അതുപോലെ തന്നെ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്റ്റർ കിട്ടാനായിട്ട് എ മൈനസ് ഐ ഇൻറ്റു കെ ഈക്വൽ ടു 0, -2ന് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ എ പ്ലസ് 2i ഇൻറ്റു കെ ഈക്വൽ ടു 0. ഈ സിസ്റ്റങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് K1 K2 K3 ഇങ്ങനെ 3 ഏഗൻ വെക്റ്റേഴ്സ് കിട്ടും. 3 ഏഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. ഇതിൻ്റെയൊക്കെ ഏഗൻ വാല്യൂസ് 0 1 -2 ഇത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 3 ഏഗൻ വെക്റ്റേഴ്സ് കിട്ടി. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ് ഓർത്തോഗണൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ നേരത്തെ തിയറം അനുസരിച്ച് ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്റ്റേഴ്സ് ഓർത്തോഗണൽ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് K1 ഡോട്ട് K2 അതുപോലെ തന്നെ K1 ഡോട്ട് K3 അത് 0 ആണെന്ന് കിട്ടും. അതുപോലെ തന്നെ K2 ഡോട്ട് K3 കണ്ടുപിടിച്ച് കഴിഞ്ഞാലും അതും 0 ആണെന്ന് കിട്ടും. ഓക്കെ, K1 ഡോട്ട് K2 എന്ന് പറഞ്ഞാൽ എന്താണ്? K1 ട്രാൻസ്പോസ് ഇൻറ്റു K2 വിച്ച് ഈസ് ഈക്വൽ ടു K1 എന്ന് പറഞ്ഞാൽ കോളം വെക്റ്റർ 1 0 1 ആയിരുന്നു. അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ റോ വെക്റ്റർ 1 0 1 വരും. ഇത് രണ്ടും കൂടെ ഡോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ K1 ഡോട്ട് K3 കണ്ടുപിടിച്ചാലും അതും 0 ആണെന്ന് കിട്ടും. K2 ഡോട്ട് K3 കണ്ടുപിടിച്ചാലും അതും നമുക്ക് 0 ആണെന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ നേരത്തെ തിയറം ശരിയാണെന്ന് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ഡിസ്റ്റിങ്ക്റ്റ് ഈഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൺ വെക്റ്റേഴ്സ് ഓർത്തോഗണലാണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണ്.